രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ രഹസ്യ മൊഴിയെടുക്കാൻ SIT കാനഡയിലാണ് ഇപ്പോൾ അതിജീവിത ഉള്ളത്. കാനഡയിലെ ഇന്ത്യൻ എംബസി വഴി വീഡിയോ കോൺഫറൻസിംഗിലൂടെയായിരിക്കും മൊഴി രേഖപ്പെടുത്തുക. ഇതിനായി തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ അനുമതി തേടും. രാഹുലിന്റെ 2 ഫോണുകളും പരിശോധിക്കാനായി SIT സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്ന് അറിയുന്നു. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷബീദ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. നിലവിൽ ഇപ്പോൾ തിരുവല്ലയിലെ ഹോട്ടലിലെ പരിശോധന പൂർത്തിയാക്കി രാഹുലുമായി അന്വേഷണ സംഘം പത്തനംതിട്ട എയർ ക്യാമ്പിലാണുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന എയർ ക്യാമ്പിലാണുള്ളത്. നിലവിൽ ഇപ്പോൾ മറ്റു നടപടികളിലേക്ക് തെളിവെടുപ്പിലേക്ക് കടക്കുന്നില്ല. പകരം രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ലക്ഷ്യം വെക്കുന്നത്. 2 പ്രധാനപ്പെട്ട നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാകട്ടെ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നടപടിയാണ്. നിലവിൽ വിദേശത്താണ് യുവതി ഉള്ളത്. അതുകൊണ്ട് തന്നെ കാനഡയിലെ ഇന്ത്യൻ എംബസി വഴി വീഡിയോ കോൺഫറൻസ് ഉപയോഗിച്ച് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ അനുമതി തേടും. മാത്രമല്ല, സാധാരണഗതിയിൽ വീഡിയോ കോൺഫറൻസ് വഴി രഹസ്യമൊഴി രേഖപ്പെടുത്തിയാൽ 3 ദിവസത്തിനുള്ളിൽ സിഗ്നേച്ചർ പതിച്ച് ആ രഹസ്യമൊഴിയുടെ പകർപ്പ് കോടതിയിൽ ഹാജരാക്കണമെന്നുള്ളതാണ്. ആ നീക്കം അതെങ്ങനെ സാധ്യമാകുമെന്നുള്ള കാര്യം ഇന്നലെ ഈ അന്വേഷണത്തിന്റെ SITയുടെ മേൽനോട്ട ചുമതലയുള്ള SP പൂങ്കുഴലി യുവതിയുമായി ഫോണിൽ സംസാരിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രഹസ്യമൊഴി വീഡിയോ കോൺഫറൻസിലൂടെ തന്നെ രേഖപ്പെടുത്തുന്ന നീക്കമായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തേത് ഈ രാഹുലിന്റെ ഫോൺ പരിശോധനയാണ്. രാഹുലിന്റെ ഫോണിന്റെ പരിശോധന, ഫോൺ ലോക്ക് പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും രാഹുൽ അതെന്താണെന്ന് പറയാൻ അന്വേഷണ സംഘത്തോട് പറയാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ രാഹുലിന്റെ 2 ഫോണുകളും തുറക്കാനാണ് SITയുടെ നീക്കം. ഇതിനായി സാങ്കേതിക സംവിധാനം ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഴുവൻ ഫയലുകളും പകർത്താൻ 2 TBയുടെ ഹാർഡ് ഡിസ്ക് അത് SIT വാങ്ങിയിട്ടുണ്ട്. തനിക്ക് അനുകൂലമായ തെളിവുകൾ മൊബൈൽ ഫോണിൽ ഉണ്ടെന്നും ഇത് പോലീസ് നശിപ്പിക്കുമെന്നുള്ളതാണ് രാഹുലിന്റെ നിലപാട്. അത് അഭിഭാഷകന്റെ നിയമോപദേശ പ്രകാരം രാഹുൽ പറയുന്ന കാര്യമായി SIT വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ 2 നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അടൂരിലെ വീട്ടിലും പാലക്കാട്ടെത്തിച്ചുമുള്ള തെളിവെടുപ്പ്, ആ 2 കാര്യങ്ങളിലും ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ഈ മകരവിളക്ക് ഉത്സവത്തിന്റെ തിരക്കുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ രാഹുലുമായി തെളിവെടുപ്പിന് പോയാൽ കൂടുതൽ സുരക്ഷയ്ക്ക് പോലീസുകാരെ ഉറപ്പിക്കുക അത് ശ്രമകരമായിരിക്കും. അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തൽക്കാലം ഇന്ന് ആ തെളിവെടുപ്പ് ഒഴിവാക്കി കൂടുതൽ ചോദ്യം ചെയ്യൽ എന്നുള്ള ഒരു നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.